Asylum Learning Pretty Miss ആണ്. നമ്മളിതാ ജെനറ്റിക്സ് ഓഫ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. മിസ്സിന് അറിയാം നിങ്ങൾക്ക് അധികമായിട്ടും കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ലൈവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു, ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. ഇതൊക്കെ മെന്റലിന്റെ തിയറി വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ മെന്റലിന്റെ തിയറി അല്ലാതെ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസും വരുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഇൻഹെറിറ്റഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പാരന്റ്സിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് പോവുക എന്നാണ്. മെന്റലിന്റെ തിയറി അല്ലാതെ നോൺ മെന്റേലിയൻ ആയിട്ടുള്ള ചില തിയറീസും കൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. അതാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. മിസ് ക്വസ്റ്റ്യൻ തരും, അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും വേണം. നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ നമുക്ക് 4 വിവിധ തരത്തിലുള്ളതാണ് പഠിക്കാനുള്ളത്. 4 പ്രത്യേക ഫീച്ചേഴ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അവിടെ ഡോമിനൻസ് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് നടക്കപ്പെടുന്നില്ല എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇൻകംപ്ലീറ്റ് ആണ് അവിടെ ഡോമിനൻസ്. രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ കോ ഡോമിനൻസ്. നമ്മൾ 2 ഫീച്ചർ വെച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ. 2 ഫീച്ചർ ആയിട്ട് പഠിക്കുമ്പോൾ ആർക്കൽ സാർ പറഞ്ഞതുപോലെ വെല്ലുട്ടിയും ചെറിയുട്ടിയും നിങ്ങൾ കണ്ടതാണ്. അപ്പൊ അതേപോലെ തന്നെ ഒന്നുകിൽ ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒന്ന് എന്ന രീതിയിലാണ് നമ്മൾ എവിടെ പഠിച്ചത്, മെന്റലിന്റെ ഇൻഹെറിറ്റൻസിൽ പഠിച്ചത്. പക്ഷെ ഇവിടെ പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എന്താണ് ഡോമിനൻസ് ഇൻകംപ്ലീറ്റ് ആണ്. കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാലോ അവിടെ 2 എണ്ണം കൂടെ ചേർന്ന് വരുന്നു. കോ എന്ന് പറഞ്ഞാൽ അല്ലെ ഒന്നിച്ച് എന്നാണ്. ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം വെച്ച് പറഞ്ഞു തരാം. മൂന്നാമത്തേത് മൾട്ടിപ്പിൾ അലിലിസം ആണ്. മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് ഒരു അലിലിസത്തിന് 2 പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഒന്ന് ക്യാപിറ്റൽ ടി വന്നാൽ ഉയരം കൂടുതൽ, സ്മോൾ ടി ഉയരം കുറവ്. അലിലുകളാണ് ഈ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒന്നിൽ കൂടുതൽ അലിലുകൾ നിയന്ത്രിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ അലിലിസം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നാലാമത്തേത് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. കൂടുതൽ ജീനുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്. ബട്ട് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന്. അപ്പൊ 4 ടേമുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തേത് എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, രണ്ടാമത്തേത് കോ ഡോമിനൻസ്, മൂന്നാമത്തേത് മൾട്ടിപ്പിൾ അലിലിസം ആൻഡ് നാലാമത്തേത് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഇനി ആദ്യത്തെ നമ്മൾ പഠിക്കുകയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ള നമ്മുടെ 4 മണി ചെടി അല്ലെങ്കിൽ 4 o'clock പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ 4 മണി ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ഫ്ലവേർഡ് 4 o'clock plant is hybridized with a white flowered plant. Resulting offspring will have pink flowers. ചുവന്ന 4 മണി ചെടി പൂക്കളെയും വെളുത്ത 4 മണി ചെടി പൂക്കളെയും നമ്മൾ എന്ത് ചെയ്ത് വർഗ്ഗസങ്കരണം നടത്തി. ഓക്കെ, നമ്മൾ ക്രോസ് ബ്രീഡിങ് നടത്താണ്. അങ്ങനെ നമ്മൾ വർഗ്ഗസങ്കരണം നടത്തി ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പൂക്കൾ എന്ന് പറയുന്നത് എന്താണ്, പിങ്ക് കളറാണ്. മെന്റലിന്റെ തിയറി പ്രകാരം ഒന്നെങ്കിൽ എന്താവണം, ചുവപ്പ് ആകണം അല്ലെങ്കിൽ വെളുത്തതും ആവണം അല്ലെ. F1 ജനറേഷനിൽ ഏതാണ് ഡോമിനന്റ് അതാണ് പുറത്തോട്ട് വരുന്നത്. അടുത്ത ജനറേഷനിലാണ് രണ്ടും കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ്. അവിടെ ഡോമിനേറ്റ് ചെയ്യാൻ ആരെ സമ്മതിക്കുന്നില്ലേ, അങ്ങനെ ആധിപത്യം ചമയേണ്ടടാ ഞങ്ങൾ ഒന്നിച്ചുണ്ട് എന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ് ഡോമിനൻസിന് അവരെ സഹായിക്കുന്നില്ല. അവിടെ മിക്സപ്പ് ആവുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് കളറും അതുപോലെ വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ട് പിങ്ക് കളറായി മാറി. നമ്മളൊരു വാട്ടർ കളറോ അല്ലെങ്കിൽ ഒരു അക്രിലിക് പെയിന്റോ എടുത്തിട്ട് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പിങ്ക് കളർ കിട്ടും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു, റെഡും വൈറ്റും കൂടെ ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു ഡോമിനൻസിന് ഇൻകംപ്ലീറ്റ് ആക്കി. ഒന്നിനെയും അവിടെ മേധാവാൻ അല്ലെങ്കിൽ ഒന്നിനെയും അതിൽ ഡോമിനേറ്റ് ആവാൻ അവിടെ സഹായിച്ചില്ല. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡെഫിനിഷൻ ആണ്. A dominant allele cannot fully hide the allele of recessive trait. അവിടെ ചുവന്ന പൂവിനെ വെള്ളപ്പൂവിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, റെസസീവ് ആക്കി വെക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചുവന്ന പൂവിന് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ പ്രകട ഗുണത്തിന്റെ അലിലിനെ ഗുപ്ത ഗുണത്തിന്റെ അലിലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കുന്നില്ല. രണ്ടാളുടെയും ആ ഒരു ക്യാരക്ടർ അവിടെ കാണപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് പിങ്ക് പൂക്കൾ കിട്ടിയത്. ഇപ്പൊ മനസ്സിലായോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്നുള്ളത്. കംപ്ലീറ്റ് ഡോമിനൻസിനെ സഹായിക്കുന്നില്ല. അവിടെ ഒരു കളർ അല്ലെങ്കിൽ ഒരു എണ്ണത്തെ എന്ത് ചെയ്യുന്നു, അവിടെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കാൻ അനുവദിക്കാത്തതാണ് എന്ത് നമ്മൾ പറയുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എക്സാമ്പിൾ പഠിച്ചു വെക്കാം. 4 o'clock പ്ലാന്റ് ആണ്, അതായത് 4 മണി ചെടിയാണ്. ഇനി നമ്മൾ രണ്ടാമത്തേതിലേക്ക് പോവാണ്. റോൺ കോട്ട് പാറ്റേൺ ഫൗണ്ട് ഓൺ സം കാറ്റിൽ ആൻഡ് ഹോഴ്സസ്. അതായത് ചില കന്നുകാലികളുടെയും കുതിരകളുടെയും കാണുന്ന റോൺ കോട്ട്, ഈ ഒരു പാറ്റേണിനെയാണ് നമ്മൾ റോൺ കോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ പശുവിന്റെ സാധാരണയായിട്ട് കറുത്ത പശു ഉണ്ടാകും, വെളുത്ത പശു ഉണ്ടാകും, ബ്രൗൺ പശു ഉണ്ടാകും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം
ഇപ്പൊ ചില ഡോഗ്സിന്റെ കാറ്റിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഇങ്ങനെ മിക്സഡ് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് 2 അലിലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാവുന്നതാണ്. ഓക്കെ, അതായത് 2 കളർ കാണിക്കുന്ന അലിലുണ്ടെങ്കിൽ ആ രണ്ടും എന്താണ് അവിടെ പ്രസന്റ് ആവുന്നു, രണ്ടും അവിടെ പ്രകടിപ്പിക്കുന്നു. അതായത് ബോത്ത് അലിൽ എക്സിബിറ്റ് ദ ട്രൈറ്റ് അറ്റ് ദി സെയിം ടൈം. ഒരേ സമയത്ത് 2 വ്യത്യസ്ത കാര്യങ്ങൾ ഒന്നിച്ച് പ്രകടമാക്കുന്നതിനെയാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഡോമിനേറ്റ് ആയി വരുന്നില്ല, രണ്ടാളും ഒന്നിച്ച് കാണിക്കുന്നു. ഇവിടെ ബ്രൗണും വൈറ്റും മിക്സ് ആയിട്ട് ഒരു കളർ ആവുമല്ല ചെയ്തത്, ബ്രൗണും കാണിക്കുന്നുണ്ട് ഒരേ പാറ്റേണില്, അതേപോലെ തന്നെ വൈറ്റും കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ടും അവിടെ പ്രസന്റ് ആവുന്നത് കൊണ്ടാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. മറ്റേ 4 മണിച്ചെടിയിൽ എന്തായി, രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു വേറെ കളറാണ്, അതുകൊണ്ടാണ് അവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോ ഡോമിനൻസ് ആണ്. 2 അലിലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാവുന്നത് കൊണ്ട് നമ്മൾ പറയുന്നു കോ ഡോമിനൻസ്. രണ്ടാളും എന്താണ്, കൂട്ടത്തോടെ ഒന്നിച്ച് ഒരേപോലെ വരും. ക്ലിയർ? അതാണ് റോൺകോട്ട് നമ്മൾ പറയുന്നത്. ഇനി 3ാമത്തേതിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്പിൾ അല്ലീലിസം ആണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ ഉണ്ട് അല്ലെ, ഒന്നിൽ കൂടുതലാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. സോ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻസ്, മനുഷ്യനിലെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, നമുക്ക് എന്താണ് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ടാകാം, എ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, ബി പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടാകും. എയും ബിയും ഇല്ലാത്തവരുണ്ട് അല്ലെ. അങ്ങനെയുള്ളവരാണ് എന്ത്, O ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് 3ഉമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആയിട്ട് വരുന്നത്. So the gene determined blood group in human beings has more than 2 allele, 3 allele IA, IB, I. അതായത് IA ആണ് കാണിക്കുന്നതെങ്കിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പ്, IB കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പ്, കൂടാതെ I കാണിക്കുന്നുണ്ട്, അത് AB ആന്റിജൻ ഇല്ലാതെ I മാത്രം കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്. അതായത് ഒരു ഫീച്ചർ കാണിക്കാൻ 2 അലിലല്ല, ഇവിടെ 3 അലിൽ വന്നു അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അവരെ മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയുന്നത്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലികൾ ഉണ്ടാക്കുന്നു. സാധാരണ നമ്മൾ എന്താ പറയാറ്, ഒരലില് അല്ലെ ക്യാപിറ്റൽ ടി, ഇവിടെ ഒരു അലില് സ്മോൾ ടി, അല്ലെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ ക്യാപിറ്റൽ ടി, അല്ലെങ്കിൽ ഇവിടെ സ്മോൾ ടി, ഇവിടെ സ്മോൾ ടി, ഇങ്ങനെയാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ 1ൽ കൂടുതൽ അല്ലെങ്കിൽ 3 അലിലാണ് ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് 3 അലിലായതുകൊണ്ട് നമ്മൾ പറയുന്നു മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയുന്നു. എന്താണ് മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ സ്കിൻ കളർ ഉള്ള വ്യത്യാസമാണ്. നമ്മളിപ്പോ ഏത് രാജ്യത്തുള്ള മനുഷ്യനെ അന്വേഷിച്ച് പോയാലും, അല്ലെങ്കിൽ പല രാജ്യത്ത് പല രീതിയിലുള്ള മനുഷ്യരെ കാണുമ്പോൾ നമുക്കറിയാം നല്ല വൈറ്റ് ആൻഡ് ഫെയർ ആയിട്ടുള്ളവരുണ്ട്, ഡാർക്ക് നല്ല ചോക്ലേറ്റ് പോലെ കളർ ഉള്ളവരുണ്ട് അല്ലെ. അതേപോലെ ഇതിന്റെ മിഡിൽ കാറ്റഗറിയിൽ നിൽക്കുന്നവരുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്തുകൊണ്ടാണ്, നമ്മുടെ സ്കിൻ കളറിൽ പല വേരിയൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മോർ ദാൻ 1 ജീൻ കൺട്രോൾ, ഇവിടെ എന്താണ് 1ൽ കൂടുതൽ ജീൻ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറയുന്ന ഒരു ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അലിലുകൾ കുറെ ഉണ്ടെന്നാണ്. പക്ഷെ പോളിജീനിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മോർ ദാൻ 1 ജീൻ, ജീന് കൂടുന്നു, 1ൽ കൂടുതൽ ജീനുകളാണ് ചേരുന്നത്. അപ്പം more than 1 gene of the color of skin, more than 1 gene control the color of gene. Action of the gene cause variation in the production of melanin, cause alternate in the skin color. അപ്പൊ നമ്മുടെ സ്കിന്നിലെ എത്രത്തോളം ജീനുകൾക്ക് ഈ ഒരു അക്യുറസി വരുന്നുണ്ടോ അതിനനുസരിച്ച് ആ ജീന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെലാനിൻ കൂടുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഡാർക്ക് കളറിലേക്ക് ആവുന്നു. മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അത് ഫെയർ വൈറ്റ് കളറിലേക്ക് ആവും. അപ്പൊ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ജീനുകളുടെ എണ്ണം വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 1ൽ കൂടുതൽ ജീനുകൾ ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത്, പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പൊ പോളി എന്ന് പറഞ്ഞാൽ എന്താ, കുറെ എന്നാണ് അർത്ഥം. അപ്പൊ ക്ലിയർ അല്ലേ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, ജീനില് മെലാനിന്റെ കാരണം കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. അപ്പം മെലാനിൻ ഈസ് എ പ്രൈമറി പിഗ്മെന്റ് ഇൻ ദ ഗിവ്സ് കളർ അല്ലെ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണകം മെലാനിൻ ആണ്. ഇത് ഒരു മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ദെൻ the geographical region where an individual ancestors emerged is major factor influence the skin color. രണ്ടാമത്തെ പോയിന്റ് ആണ്, നമ്മൾ ഏത് ഭൂമിശാസ്ത്രപരമായി ഏത് പ്രദേശത്ത് നിന്നുള്ളവരാണ് അതിനനുസരിച്ച് നമ്മുടെ സ്കിൻ കളറിന് വ്യത്യാസം വരാം. ആസ് ദി ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ് വേരി ഇൻ ഡിഫറെന്റ് ജോഗ്രഫിക്കൽ റീജിയൻ, ജനറ്റിക് വേരിയേഷൻ suitable for the skin color of each region have occurred.
അല്ലെ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സൺലൈറ്റ്, അതൊക്കെ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ ബാധിക്കാം. അപ്പൊ ഈ സൺലൈറ്റ്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന നമ്മുടെ ഭക്ഷണ രീതി, വിറ്റാമിൻ ഡി നമുക്ക് വേണം. അപ്പൊ വിറ്റാമിൻ ഡി സൺലൈറ്റിലൂടെ കിട്ടുന്നതാണ്. ഈ വിറ്റാമിൻ ഡി ഒക്കെ കിട്ടുന്ന ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ പരിസ്ഥിതികമായിട്ടുള്ള കുറേ ഘടകങ്ങളും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ത്വക്കിന്റെ നിറം ഇതിനൊക്കെ അനുസരിച്ച് മാറാം. സോ ദി ഹ്യൂമൻ റേസ് ഇസ് ജനറ്റിക്കലി ഡൈവേഴ്സ്, സ്കിൻ കളർ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ദിസ് ഡൈവേഴ്സിറ്റി. അപ്പൊ ഇങ്ങനെ ഓരോ പ്രദേശത്തിനനുസരിച്ചുള്ള വ്യത്യാസം, സൂര്യപ്രകാശം കിട്ടുന്നതിനുള്ള വ്യത്യാസം, അതുപോലെ വിറ്റാമിൻ ഡി കിട്ടുന്ന വ്യത്യാസം, നമ്മുടെ ഭക്ഷണ ഡയറ്റിന്റെ വ്യത്യാസം, ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ സ്കിന്നിന്റെ കളറിലെ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അതാണ് നമ്മളെ വൈവിധ്യമാക്കുന്നത് എന്ന് പഠിച്ചു വെക്കാം. അപ്പം നമ്മളെ ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? നോൺ മെന്റൽ ഇൻഹെറിറ്റൻസില് ആദ്യത്തെ നമ്മൾ പഠിച്ചത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആകുമ്പോ അതിന്റെ ഉദാഹരണം ഏത് വരും? എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് എന്താണ്? 4 o'clock പ്ലാന്റ് അല്ലെ? 4 o'clock പ്ലാന്റ് ആണ്. 4 മണി ചെടി, 4 മണി ചെടിയാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് ഏതാണ്? കോ ഡോമിനൻസ് ആണ്. കോ ഡോമിനൻസ്. കോ ഡോമിനൻസിന് നമ്മൾ പറഞ്ഞ കളർ ഏതാണ് അല്ലെ? ബ്രൗൺ കോട്ട് കളർ വരുന്നത് അല്ലെ? ബ്രൗൺ കോട്ട് കളർ. ഇതാതെ ഈ പശുവിന്റെ നിറം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം, എന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതില് അലിലുകൾ രണ്ടും ഒന്നിച്ച് വരുന്നതാണ്. അപ്പൊ റോൺ കോട്ട് പാറ്റേൺ, റോൺ കോട്ട് പാറ്റേൺ ഇൻ ആനിമൽസ്. ജന്തുക്കളിലെ റോൺ കോട്ട് പാറ്റേൺ. ഇനി അടുത്തത് നിങ്ങൾക്ക് ഞാൻ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടി തരികയാണ്. ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ഗ്രൂപ്പിംഗ്, രക്തഗ്രൂപ്പ് നിയന്ത്രിക്കുന്നതും, അതുപോലെ തന്നെ അത് മൂന്നാമത്തേത്. നാലാമത്തേത് നമ്മുടെ സ്കിൻ കളർ, ത്വക്കിന്റെ നിറം. ഇത് രണ്ടും നിയന്ത്രിക്കുന്നത് ഏത് നോൺ മെന്റൽ ഇൻഹെറിറ്റൻസ് ആണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ മിസ് വീണ്ടും വരുന്നതാണ്. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ see you soon in the next video. Bye bye.